വിശ്രമിച്ച് നമ്മയെല്ലാം നിയന്ത്രിക്കുന്ന കരളിന്റെ കഷ്ണമായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സന്തോഷമാകുന്ന ഡ്രസ്സേ നിന്റെ ജീവിതത്തിൽ നീ അണിയാവൂ. ആ ഹബീബായ തങ്ങൾ പൊരുത്തപ്പെടുന്നതേ നിന്റെ ജീവിതത്തിൽ നീ ചെയ്യാവൂ. ഇപ്പൊ അതും അങ്ങ് പോയി. ഇപ്പൊ ചെറുപ്പക്കാരന്റെ മുമ്പിലല്ലാതെ ബാക്കിൽ നടന്നുകൂടാ. ചെറുപ്പക്കാരനെ ബാക്കിലാക്കി നമ്മൾ മുമ്പിൽ നടന്നോളണം. പള്ളിയിലെത്തിയാൽ ഒന്നാമത്തെ സഫ് നമ്മൾ ലാസിമാക്കിക്കോളണം. എപ്പോഴാണ് ഇവന്റെ പാന്റ് താഴെ പോകുന്നത് എന്ന് പറയാൻ കഴിയില്ല. ഇതൊരു കറാമത്ത് ഇങ്ങനെ നിൽക്കുക, ഏത് സമയത്തും പാന്റ് താഴെ പോകാം, ഇതാ പിടിച്ചോ എന്നുള്ളതിനൊക്കെ നിൽക്കുന്നത്. അത്ഭുതം. അത് പുതിയ ഫാഷനായി വന്നു. എല്ലാവരും അതിങ്ങിട്ടിട്ട് നടക്കുകയാണ്. ത്രികോണത്തിലാ പിള്ളേര് നടക്കുന്നത്. ഒരു കഥയുമില്ല, ഒരു അന്തവുമില്ലാത്ത ഫാഷനാണ് എന്ന് പറഞ്ഞിട്ട് കാണാൻ തീരെ കോലമില്ലാത്ത ഡ്രസ്സുകൾ അണിഞ്ഞ് ചെറുപ്പക്കാരൻ അവന്റെ ജീവിതത്തെ, അവന്റെ മുടിയെ വികൃതമാക്കിപ്പോയി. ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ മസാല വിളിച്ചു ചോദിച്ചു, ഉസ്താദേ, ഒരാള് താടി ഫുള്ള് ക്ലീൻ ചെയ്യുക, ഒരാള് താടി ഇങ്ങനെ കഷ്ണം കഷ്ണാക്കാണ്, ഇതിൽ ഏതാണ് ശരി? ഞാൻ പറഞ്ഞു രണ്ടും തെറ്റാണ്. ഒന്ന് ഹറാമാണ്, താടി പിടിക്കാൻ പാടില്ല. പിന്നൊന്ന് താടി കഷ്ണം കഷ്ണമാക്കിയാൽ ഒരാൾ ഒരുത്തനോട് സാദൃശ്യമായാൽ അവൻ അവരിൽപ്പെട്ടവരാണെന്ന് പഠിപ്പിച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇവൻ ഏതോ ബ്രിട്ടീഷുകാരനായ കളിക്കാരൻ, ഇംഗ്ലണ്ടുകാരനായ കളിക്കാരൻ, ബ്രസീലുകാരനായ കളിക്കാരൻ, അതും പോലെ ഏതൊക്കെയോ യൂറോപ്യൻ കൺട്രികളിലുള്ള കളിക്കാരെ അനുകരിക്കുകയാണ്. അവരിങ്ങനെ താടി കഷ്ണം കഷ്ണമാക്കി ബ്ലേഡ് വെച്ച് പകുതിയിൽ പൊട്ടിപ്പോയപ്പോ ഇവനത് ഫാഷനായി തെരഞ്ഞെടുത്തു. ബാർബർ ഷാപ്പ് പോയിട്ട് മണിക്കൂറുകൾ വെച്ചിട്ട് ഇവനിങ്ങനെ താടി ഇങ്ങനെ കഷ്ണം കഷ്ണമാക്കുകയാണ്. കരളിന്റെ കഷ്ണമായ കൂട്ടുകാരാ, നീ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുകരിക്കാനല്ലേ നീ പരിശ്രമിക്കേണ്ടത്. ഹബീബായ തങ്ങളെ സ്നേഹിച്ച് ആ ജീവിതം നിന്നിലേക്ക് പകർത്താനല്ലേ നീ പരിശ്രമിക്കേണ്ടത്. സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ പറയാനുണ്ടോ പ്രയാസങ്ങൾ? അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിന്റെ റഹ്മത്ത് അറിയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അള്ളാഹുവിന്റെ കാരുണ്യം അറിഞ്ഞ് അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇല്ല. കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതം ഈ കോലത്തിൽ അതപ്പതിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹു തആല നൽകിയത് അള്ളാഹുവിന്റെ പൊരുത്തത്തിലല്ലാതെ നാം ചെലവ് ചെയ്യില്ല. സമ്പത്ത് മാത്രമല്ല, സമയം വിലപ്പെട്ടതാണ്, സൗന്ദര്യം വിലപ്പെട്ടതാണ്, ആരോഗ്യം വിലപ്പെട്ടതാണ്, ഒഴിവ് സമയം വിലപ്പെട്ടതാണ്, ജീവിതം മുഴുവനും വിലപ്പെട്ടതാണ്. അതൊന്നും അള്ളാഹുവിന്റെ പൊരുത്തത്തിലല്ലാതെ ഒരു നിമിഷം ചെലവ് ചെയ്യാൻ നിനക്ക് മനസ്സ് വരില്ല. നീ അള്ളാഹുവിന്റെ റഹ്മത്ത് അറിഞ്ഞവളാണെങ്കിൽ, നീ അള്ളാഹുവിന്റെ കാരുണ്യം അറിഞ്ഞവളാണെങ്കിൽ, മഹാനായ റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാം, റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ, ഈ ലോകത്ത് നീ ഏറ്റവും താല്പര്യപ്പെടുന്ന ഒരാളെ എനിക്കൊന്ന് കാണിച്ചു തരുമോ? ഈസ അലൈഹിസ്സലാം ഒരു കൗതുകകരമായ ചോദ്യം അള്ളാഹുവിനോട് ചോദിക്കുക. അള്ളാഹുവേ, ഈ ലോകത്ത് നീ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളെ, നിന്നെ സ്നേഹിക്കുന്ന ഒരാളെ നീ എനിക്കൊന്ന് കാണിച്ചു തരുമോ അല്ലാഹ്? ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, ഈസാ നബിയേ, നിങ്ങൾ ഈ വഴിയിലൂടെ നടന്നോ, അഡ്രസ് പറഞ്ഞു കൊടുത്തു, നടന്നോ, അവിടെയുണ്ട് ഞാൻ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരടിമ. നടന്നു ഈസാ നബി അലൈഹിസ്സലാം. കുറെ അങ്ങ് നടന്നു, ആരെയും കാണാനില്ല. വിജനമായ വഴിയിലൂടെ നടന്നു ഒരുപാട് ദൂരമെത്തിയപ്പോൾ അവിടെ അതാ ഈച്ചകൾ ഇങ്ങനെ ആർത്തുകൊണ്ടിരിക്കുന്നു. ഒരു സ്ഥലത്ത് ഈച്ചകൾ ആർത്തുകൊണ്ടിരിക്കുക. അങ്ങോട്ട് നടന്നു നോക്കുമ്പോൾ ഒരു മനുഷ്യന്റെ കോലമാണ്. ആ കോലത്തെയാണ് ഈച്ചകൾ ആർത്തുകൊണ്ടിരിക്കുന്നത്. ഒരൽപ്പം കൂടി നടന്നപ്പോൾ അതൊരു സഹോദരിയുടെ ശരീരമാണ്, ഒരു പ്രായമുള്ള പെണ്ണിന്റെ ശരീരമാണ്. ആ ശരീരത്തിലാണ് ഈച്ചകൾ ആർത്തുകൊണ്ടിരിക്കുന്നത്. അടുത്തു നോക്കുമ്പോൾ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വ്രണങ്ങളാണ്, ചൊറിയാണ്. അവിടെ ഉറുമ്പുകൾ ഇങ്ങനെ അരിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഈസാ അലൈഹിസ്സലാം കരുതി ഇത് തന്നെയായിരിക്കുമോ അല്ലാഹ് പറഞ്ഞത്. അഡ്രസ് ആലോചിക്കുമ്പോൾ കറക്റ്റാണ്. ഈസാ അലൈഹിസ്സലാം ഈ ഉമ്മാക്ക് സലാം പറഞ്ഞു. ഈ കിടക്കുന്ന ഉമ്മ ഉറുമ്പുകൾ ശരീരത്തിൽ എരിയുന്ന പ്രായമുള്ള പെണ്ണ്, ഈച്ചകൾ അറുത്തുകൊണ്ടിരിക്കുന്ന പ്രായമുള്ള പെണ്ണ്. ഈസാ അലൈഹിസ്സലാമിന്റെ സലാം കേട്ടപ്പോൾ ആരാണ് എന്ന് പറയാതെ തന്നെ സലാം മടക്കുകയാണ്. വഅലൈക്കുമുസ്സലാം യാ റൂഹല്ലാഹ്. അള്ളാഹുവിന്റെ റൂഹാണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈസാ നബിയെ, അങ്ങേക്കും അള്ളാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ നബിയെ. ഈസാ അലൈഹിസ്സലാം ഇങ്ങനെ വരുമ്പോൾ ഈ ഉമ്മ ഒരു ദിക്ർ ഇങ്ങനെ ചൊല്ലുന്നുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ അൻഅമനീ, അൽഹംദുലില്ലാഹില്ലദീ അൻഅമനീ. ഈസാ നബി ആലോചിച്ചു, എന്തൊരു ദിക്റാണ് ഈ ഉമ്മ ചൊല്ലുന്നത്. അള്ളാഹുവിനാണ് സകല സ്തുതിയും. അല്ലദീ, എങ്ങനത്തെ റബ്ബാണ് അവൻ. അൻഅമനീ, അവൻ എനിക്ക് റഹ്മത്ത് ചെയ്തിരിക്കുന്നു, അവൻ എനിക്ക് വലിയ നിഅമത്ത് ചെയ്തിരിക്കുന്നു. എനിക്ക് നിഅമത്ത് ചെയ്ത അള്ളാഹുവിനാണ് സകല സ്തുതിയും. നോക്കുമ്പോ ശരീരം മുഴുവനും അതാ ചൊറിയാണ്, വേദനയാണ്. ശരീരം മുഴുവനും ഉറുമ്പാണ്, ഈച്ചകളാത്തോണ്ടിരിക്കുകയാണ്. ആ ഉമ്മയാണ് ഈ ദിക്ർ ചൊല്ലുന്നത്. ഈസാ നബിക്ക് തോന്നി തന്നെ ആയിരിക്കും ആ ഉമ്മ. ചോദിച്ചു, അല്ല നിങ്ങളൊരു ദിക്റില്ലാണല്ലോ, അള്ളാഹു നിങ്ങൾക്ക് നിഅമത്ത് ചെയ്തു എന്നല്ലേ നിങ്ങൾ പറയുന്നത്? അള്ളാഹു തആല നിങ്ങൾക്ക് ചെയ്ത നിഅമത്ത് എന്താ? നിങ്ങളെ ശരീരത്തിൽ ഒരു ഭാഗം പോലും ഇല്ലല്ലോ വേദനിക്കാതെ. നിങ്ങളുടെ ശരീരത്തിൽ ഒരു ഭാഗവും ഇല്ലല്ലോ നേരെയുള്ള സ്കിന്നുള്ളത്. എല്ലാം പഴുത്ത് നാശകോശമായിരിക്കുന്നു, എല്ലാം പ്രയാസത്തിലായിരിക്കുന്നുവല്ലോ. നിങ്ങൾക്ക് അല്ലാഹു ചെയ്ത നിഅമത്ത് എന്താണ് ഉമ്മ? പ്രായമുള്ള ഉമ്മ കിടന്നു തന്നെ മറുപടി പറയാണ്, ഈസാ നബിയേ, എന്റെ റബ്ബ് എനിക്ക് ചെയ്ത അനുഗ്രഹം എത്ര വലുതാണ്. കാരണം എന്റെ റബ്ബിനെ ഓർമ്മിക്കാനുള്ള മനസ്സെനിക്ക് അല്ലാഹു നൽകിയില്ലയോ, അതിനുള്ള തകരാറ് തന്നില്ലല്ലോ. എന്റെ റബ്ബിന് ദിക്ർ ചൊല്ലാൻ ഒരു നാവല്ല തന്നില്ലേ, അതിനും അല്ലാഹു രോഗം തന്നില്ലല്ലോ. അതിനേക്കാൾ വലിയ അനുഗ്രഹം എന്താണ് ഈസാ നബിയേ? എന്റെ റബ്ബിനെ ഓർമ്മിക്കാനുള്ള മനസ്സല്ല തന്നില്ലേ, സമതിലെ അല്ലാഹു തെറ്റിച്ചില്ലല്ലോ, എന്നെ അല്ലാഹു ഭ്രാന്തിയാക്കിയില്ലല്ലോ. എനിക്ക് അല്ലാഹു